ഹായ് ഫ്രണ്ട്സ്, സാബിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് സെപ്റ്റംബർ മാസം 17-ാം തീയതിയാണ്. ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതായത് 18, 19, 20 ദിവസങ്ങളിൽ തീയതികളിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ്. അതുകൂടാതെ 2 സിനിമകളുടെ അപ്ഡേറ്റുകൾ കൂടി ഉണ്ട്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. നമുക്ക് ഏകദേശം 15ഓളം സിനിമകളും സീരീസുകളാണ് ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ദിവസങ്ങളിൽ വേറെ സിനിമകളുടെ അപ്ഡേറ്റുകൾ വരും. ആ സമയത്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് അപ്ഡേറ്റുകൾ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഒന്നാമത്തത് ഒരു സീരീസാണ്. ഒരു ഇംഗ്ലീഷ് സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. മാർവലിൻ്റെ സീരീസാണ്. അഗത ഹൗസ് ഓഫ് ഹാർക്ക്നെസ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളായിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സെപ്റ്റംബർ മാസം 19-ാം തീയതി ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. മലയാളം ഭാഷ വരുമോ എന്നുള്ള അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സീരീസ്. അടുത്ത ഒരു തെലുങ്ക് മൂവിയാണ്. സോബത് തുലു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് ഈ ഒരു സിനിമ ETV വിൻ വഴിയാണ് സെപ്റ്റംബർ മാസം 19-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തത് റൊമാൻറ്റിക് ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. തിരകബടാര സാമി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ ഒരു സിനിമ സെപ്റ്റംബർ മാസം 19-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു ക്രൈം ആക്ഷൻ വിഭാഗത്തിൽ വരുന്ന ഒരു ബംഗാളി മൂവിയാണ്. തൂഫാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹോയിച്ച് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ സെപ്റ്റംബർ മാസം 19-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. കോഫി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ സെപ്റ്റംബർ മാസം 20-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഹിസ് 3 ഡോട്ടേഴ്സ് എന്നൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. 20-ാം തീയതി സെപ്റ്റംബർ മാസം 20-ാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ജോ തേരാ ഹെ വോ മേരാ ഹെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴി ഒരു സിനിമ സെപ്റ്റംബർ മാസം 20-ാം തീയതി ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. ഒരു കോമഡി തെലുങ്ക് മൂവിയാണ്. മാരുതി നഗർ സുബ്രഹ്മണ്യം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി സെപ്റ്റംബർ മാസം 20-ാം തീയതി തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ തമിഴ് മൂവിയാണ്. സാല എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു കോമഡി വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ്. തലേ വെട്ടിയാൻ പാളയം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം വഴി തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് സെപ്റ്റംബർ മാസം 20-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് തങ്കല എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ ചിയാൻ വിക്രം പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ട് നെറ്റ്ഫ്ലിക്സ് വഴി സെപ്റ്റംബർ മാസം 20-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോ ക്വാളിറ്റി പ്രിൻ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ 20-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. തമിഴ് ഭാഷയോടെ തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷയിൽ അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസ് ആണ്. ദ പെൻഗ്വിൻ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 20-ാം തീയതി സെപ്റ്റംബർ മാസം 20-ാം തീയതി ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. മൾട്ടി ലാംഗ്വേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് മീന പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു മലയാളം മൂവിയായിരുന്നു. ആനന്ദപുരം ഡയറീസ് എന്ന് പറഞ്ഞ സിനിമ മനോരമ മാക്സിൽ കുറേ കാലം ഏകദേശം 1.5-2 മാസത്തിനുള്ളിൽ മുമ്പേ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്തു വന്ന സിനിമയായിരുന്നു ആനന്ദപുരം ഡയറീസ് എന്ന ഈ സിനിമയുടേത്. ഇപ്പോൾ ഈ സിനിമയുടെ ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. സെപ്റ്റംബർ മാസം 20-ാം തീയതി മനോരമ മാക്സ് വഴി ഈ സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ഒരു കൊറിയൻ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷനാണ്. എക്സ്ഹ്യൂമ എന്ന് പറഞ്ഞ സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷനാണ് വന്നിട്ടുള്ളത്. ബുക്ക് മൈ ഷോസിലാണ് ഈ സിനിമ റെന്റ് ഓപ്ഷനിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലായിട്ട് ഈ സിനിമ ബുക്ക് മൈ ഷോസിൽ അവൈലബിൾ ആണ്. ഇത്രയും സിനിമകളും സീരീസുകളാണ് ഈ ഒരാഴ്ച ഇനി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇന്ന് റിലീസ് ചെയ്തതൊക്കെ ആയിട്ടുള്ളത്. നമുക്ക് 2 സിനിമകളുടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് ഉണ്ട്. അത് നോക്കാം. അതിൽ ഒന്നാമത് സായികുമാർ സൈജു കുറുപ്പ് പ്രധാന വേഷം കൈകാര്യം ഭരതനാട്യം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. മനോരമ മാക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. മനോരമ മാക്സിൽ ഇപ്പോൾ കമ്മിങ് സൂൺ പോസ്റ്റർ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. എന്തായാലും ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ഈ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വിജയുടെ ദ ഗോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഒക്ടോബർ മാസം 11-നോ അല്ല 12-നോ ഡയറക്ടേഴ്സ് കട്ടായിട്ട്, അതായത് 3 മണിക്കൂർ 40 മിനിറ്റുള്ള പ്രിന്റ് നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ ആഴ്ച ലോ ക്വാളിറ്റി പ്രിന്റ്, അതായത് തങ്കലാൻ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തതുപോലെ ലോ ക്വാളിറ്റി പ്രിന്റ് ഈ ആഴ്ച ദ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ ലോ ക്വാളിറ്റി പ്രിന്റ് ഈ ആഴ്ച വരാൻ ചാൻസ് ഉണ്ട്. ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്ക് സീരീസുകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.